ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പള്ളിയിൽ വരികയുണ്ടായി. അദ്ദേഹം അരികിൽ വന്നു, വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾ അടുത്തു വരണം, ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന പലതും ജനങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചപ്പം അദ്ദേഹം ഒരല്പം സങ്കടത്തോടു കൂടി പറഞ്ഞു, 17 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. 17 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. നാട്ടിൽ വന്നിട്ട് 3 മാസമായി. ഈ 17 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കടൽ കടക്കുമ്പോൾ പൈസ ഉണ്ടാക്കണം, ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ലാ, റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാവാം എനിക്ക് നല്ല ജോലിയും കിട്ടി. ആദ്യത്തെ 1-2 കൊല്ലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി, തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ആകെയുള്ള ഒരു കുഞ്ഞനെയും കൂട്ടിയിട്ട് ഗൾഫിലേക്ക് വരാൻ, എൻ്റെ അടുത്ത് താമസിക്കാൻ. പക്ഷെ അന്ന് എൻ്റെ പെണ്ണെന്നോട് തിരിച്ചു പറഞ്ഞത്, അത് വേണ്ട, ഞാനും മക്കളും നാട്ടിൽ താമസിക്കും. നമ്മളെ മക്കള് ഈ നാട്ടിലുള്ള മനുഷ്യരെ കണ്ട് ജീവിക്കട്ടെ, അവന്റെ വല്യപ്പനെയും വല്യമ്മയും ഒക്കെ കണ്ടിട്ട് ജീവിക്കട്ടെ, അവനവന്റെ മൂത്താപ്പനെയും എളാപ്പനെയും അവന്റെ ഏട്ടനെയും പെങ്ങളെയും ഒക്കെ കണ്ട് ജീവിക്കട്ടെ. അല്ലാതെ നിങ്ങൾ പറയുന്നതും കേട്ടിട്ട് ഇപ്പൊ ഗൾഫിക്ക് മക്കളെയും കൂട്ടി വന്നാൽ ആ മക്കൾക്ക് പിന്നീട് ഒരു അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും എന്നെൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോ, എൻ്റെ 3 മക്കളുണ്ടായ സമയത്തും ഞാൻ ആ ആവശ്യം വെച്ചപ്പോ ഇതേ മറുപടി അവൾ പറഞ്ഞപ്പം അന്ന് അവളോട് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറയാ, എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു അവളോട്. പക്ഷേ എൻ്റെ വാപ്പനെയും ഇമ്മനെയൊക്കെ ഓള് കുണ്ടടക്കുന്നത് കണ്ടപ്പം ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല. എൻ്റെ നാട്ടിലുള്ള മറ്റൊരാളെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ അനിയന്മാര് അവര് പഠിച്ചു ജോലി ഏതോ വാങ്ങട്ടെ, അവർക്ക് വേണ്ടി ഞാൻ മെനക്കെട്ടിട്ടില്ല. ഇടയ്ക്കൊരിക്കൽ എൻ്റെ ഉമ്മ പറഞ്ഞു, അനിയനൊന്ന് ഗൾഫിക്ക് കൊണ്ടുപോകണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ നോക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമല്ലായിരുന്നു. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ പൈസ, എൻ്റെ മക്കള്, ഇത് മാത്രമായിരുന്നു ഉസ്താദെ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ഭാര്യ എന്നോടൊരു നിർദ്ദേശം വെച്ചു, ഞങ്ങളെ ഗൾഫിക്ക് കൊണ്ടുപോകുന്നതിന് പകരം 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നാട്ടിൽ വന്നാൽ മതി. അങ്ങനെ 6 മാസത്തിലൊരിക്കൽ നാട്ടിൽ വരും. 17 വർഷം ഞാൻ വിദേശത്ത് എൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചു.